हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ഭഗവത്ഗീത ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നാലാമത്തെ ശ്ലോകമാണ്. പാണ്ഡവസേനയിലുള്ള ആൾക്കാരെ വർണ്ണിക്കുകയാണ്. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. മലയാളം: അതിൽ മഹാന്മാർ ശൂരന്മാർ ഭീമാർജുന സമാനരാം യുയുധാനൻ വിരാടൻ താൻ ദ്രുപദൻ കേൾ മഹാരഥർ. അച്ഛൻ്റെയാണ് മലയാളം വായിക്കുന്നത് കേട്ടോ. അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് പറയുന്നത്. ശ്ലോകങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രോസൊന്നും കിട്ടിയില്ല. ഇപ്പോൾ പാണ്ഡവസേനയിൽ മഹാന്മാരായിട്ടുള്ള ശൂരന്മാർ ധാരാളം ഉണ്ട് എന്നാണ് പറയുന്നത്. മഹേശ്വാസ എന്ന് പറഞ്ഞാൽ മഹാ ഇഷു ആസാഹ എന്നാണ്. വലിയ വില്ലുള്ളവരുണ്ട്, ധാരാളം അമ്പും വില്ലും ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട്. ശൂരന്മാരാണ് എല്ലാവരും. ഭീമാർജുന തുല്യരാണ്. ഭീമനും അർജുനനും തുല്യന്മാരായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഈ വില്ലാളി വീരന്മാരായിട്ടുള്ള യുയുധാനനുണ്ട്, വിരാടനുണ്ട്, മഹാരഥനായ ദ്രുപദനുണ്ട്. അപ്പോൾ യുയുധാനൻ വേറൊരു പേരാണ് സാത്യകി. അർജുനൻ്റെ ശിഷ്യനാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ സുഹൃത്തുമാണ്. മഹാരഥനായ ദ്രുപദനാണ്. മഹാരഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എതിർത്ത് 10,000 പേരെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് എതിർക്കാൻ പറ്റുന്ന ആളാണ്. അവരെയാണ് മഹാരഥന്മാർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ദ്രുപദനുണ്ട്. ഇത് ഇനിയും തുടരുകയാണ്. 2 പദ്യത്തിലും കൂടെ ഇവരുടെ തന്നെ വർണ്ണനം തുടരുകയാണ് ബാക്കി ആൾക്കാരെ പറ്റിയിട്ട്. അടുത്ത ശ്ലോകത്തിൽ ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ. ദൃഷ്ടകേതുശ്ചേകിതാനൻ വീര്യവാൻ കാശിരാജനും പുരുജിത്തും കുന്തിഭോജൻ ശൈബ്യനും നരപുംഗവൻ. മറ്റുള്ള സൈന്യത്തിലുള്ള ആൾക്കാരെ പറയാണ്. ദൃഷ്ടകേതു, ചേകിതാനൻ, വീര്യവാനായിട്ടുള്ള കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ. ഇവരുടെ പേര് പറഞ്ഞതിന് ശേഷം വീണ്ടും തുടരുകയാണ്. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥ. ഇനി വീണ്ടും തുടരുകയാണ്. യുധാമന്യുണ്ട്, വിക്രമിയാണ്. വിക്രമിയായിട്ടുള്ള യുധാമന്യുണ്ട്. വീര്യവാനായിട്ടുള്ള ഉത്തമൗജനുണ്ട്. സുഭദ്രാതനയൻ സൗഭദ്രൻ. അഭിമന്യുണ്ട്. ദ്രൗപദീപുത്രന്മാരുണ്ട്. ദ്രൗപദിയുടെ പുത്രന്മാരെല്ലാവരും തന്നെ അണിനിരന്നിട്ടുണ്ട്. പാണ്ഡവന്മാരുടെ മക്കളെല്ലാവരും ഇതിൽ പെടും. ഇവരെല്ലാവരും തന്നെ മഹാരഥന്മാരാണ്. അപ്പോൾ മഹാരഥൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഗണത്തിൽ പെടുന്നവരാണ് ഇവരെല്ലാവരും. ഉത്തമൗജസ് ശ്രേഷ്ഠനായിട്ടുള്ള രാജാവാണ്. സുഭദ്രയുടെയും അർജുനൻ്റെയും മകനാണ് സൗഭദ്രൻ, അഭിമന്യു. പാണ്ഡവ സൈന്യത്തെ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്തു. മെയിനായിട്ട് ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. 8ാമത്തെ ശ്ലോകം ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച
സൗമദത്തിർജയധ്രത. വീണ്ടും തുടരുന്നു. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിത നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദ. ഇതിൻ്റെ മലയാളം വരുന്നത്: നമ്മൾ തൻ സൈന്യനിരയിൽ സമ്മാന്യരിവരൊക്കെയാം, എല്ലാം ഒന്നൊത്തു നോക്കാനായി തെല്ലൊന്നിന്നു പറഞ്ഞിടാം. അങ്ങുന്ന് ഭീഷ്മർ, കർണൻ താൻ, കൃപനും സമിതിഞ്ജയൻ, അശ്വത്ഥാമാ വികർണൻ താൻ, സൗമ്യദത്തിയും ഈ വിധം. മറ്റുമൊട്ടേറെ ശൂരന്മാർ മുറ്റുമെന്നെ തുണയ്ക്കുവാൻ, നാനാശസ്ത്രങ്ങളോടൊത്തു രണാങ്കണമണഞ്ഞവൻ. എല്ലാവരെയും നമ്മളുടെ സേനയിലെ വിശദീകരിക്കുകയാണ്. അപ്പം ദ്രോണാചാര്യരെ വിളിക്കുകയാണ്: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇനി നമുക്ക് വേണ്ടി, അതായത് നമ്മളുടെ സേനയിൽ നമുക്ക് വിശിഷ്ടന്മാരായിട്ട് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. പാണ്ഡവ സൈന്യത്തിനെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ആരൊക്കെ ഉണ്ടെന്ന് നന്നായിട്ട് ഇവർക്ക് തന്നെ അറിയാം, എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്നും കൂടെ അവരുടെ പേരൊക്കെ പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ ഇപ്പം പറയാം. എൻ്റെ സൈന്യങ്ങൾ എൻ്റെ നായകന്മാർ, അതായത് എൻ്റെ സൈന്യത്തിൻ്റെ നായകന്മാരാണ്. അപ്പോൾ അവരുടെ പേരുകൾ ഞാനിപ്പോൾ പറയാം. അവിടെയൊക്കെ എൻ്റെ സൈന്യത്തിൻ്റേതാണ്. അപ്പോൾ ആ സ്വാർത്ഥത അല്ലെങ്കിൽ അസുരചിന്ത വീണ്ടും കാണിക്കുകയാണ്, തുറന്ന് കാണിക്കുകയാണ്. നമ്മുടെ സൈന്യത്തിൻ്റെന്നും കൂടെയല്ല പറയണത്, എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ സൈന്യത്തിലുള്ള ജനങ്ങൾ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ. അങ്ങുണ്ട്, ആദ്യം തന്നെ ആചാര്യനുണ്ടല്ലോ, അങ്ങ് തന്നെയാണ് ഒന്നാമൻ ഭവാൻ. പിന്നെ ഭീഷ്മപിതാമഹർ, ഏറ്റവും ശ്രേഷ്ഠനും മഹാനുമാണ് ഭീഷ്മപിതാമഹർ. അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പേടിക്കാനേ ഇല്ല. ഇനി കർണനുണ്ട്, കർണൻ ദുര്യോധനൻ്റെ സുഹൃത്തുമാണ്. കൃപാഹ സമിതിഞ്ജയ കൃപാഹ, കൃപരുണ്ട്, ജയദ്രഥരുണ്ട്, ഭൂരിശ്രവസ്സുണ്ട്. ഭൂരിശ്രവസ് പറഞ്ഞില്ല എന്ന് തോന്നുന്നല്ലേ, അത്തരത്തിലുള്ള. അശ്വത്ഥാമ, വികർണനുണ്ട്, അശ്വത്ഥാമ ഉണ്ട്. ഇവരെല്ലാമാണ് നമ്മുടെ സൈന്യത്തിൽ. ഇനിയും തുടരേണ്ടത്: അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിത നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദ. മറ്റുമൊട്ടേറെ ശൂരന്മാർ മുറ്റുമെന്നെ തുണയ്ക്കുവാർ, നാനാശസ്ത്രങ്ങളോടൊത്തു രണാങ്കണമണഞ്ഞവർ. ഞാൻ നേരത്തെ വായിച്ചു എന്ന് തോന്നുന്നു, അറിയാണ്ട് 2 പ്രാവശ്യം വായിച്ചു എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇനി പറയുകയാണ്, ഇവരെല്ലാവരും ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളെല്ലാം കൂടാതെ ഇനി കൃപരുണ്ട്, അശ്വത്ഥാമാവുണ്ട്, വികർണനുണ്ട്, ഭൂരിശ്രവസ്സുണ്ട്. സോമദത്തൻ്റെ പുത്രനാണ് ഭൂരിശ്രവസ്. ഇത് മുഴുവൻ മഹാഭാരത കഥ മുഴുവനായിട്ട് അറിഞ്ഞാലേ ഈ കഥാപാത്രങ്ങളെ അറിയുള്ളൂ. കഥാപാത്രങ്ങളുടെ നീളം എത്രയും കൂടുന്നോ അത്രയും നമുക്ക് മനസ്സിലത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് മഹാഭാരതം വായിക്കുമ്പോൾ തന്നെ അത്രയും കോൺസെൻട്രേഷനോടുകൂടി വായിച്ചാൽ മാത്രമേ നമുക്ക് ആരുടെ പുത്രനാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. കുറേ അധികം കഥാപാത്രങ്ങളാണ് വരുന്നത്. ജയദ്രഥനുണ്ട്. അപ്പോൾ ജയദ്രഥനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള കഥ നമ്മൾ നാരായണീയത്തിൽ കേട്ടിട്ടുണ്ട്. ജയദ്രഥനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അടവുകളും അങ്ങനെയുള്ള കുറേ ഒരു ദശകത്തിൽ 2-3 പാർട്ടായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ശൂരന്മാർ എത്രയോ പേരുണ്ട്. എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് അവർ. ഇവരെല്ലാം പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ ശക്തിയുള്ളവരാണ്. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കുമല്ലോ പ്രാഗൽഭ്യം. ഇപ്പോൾ നമ്മൾ കുട്ടികളെ പറ്റി പറയുന്ന പോലെ സയൻസ് ആയിരിക്കും, ചിലർക്ക് മാത്സ് ആയിരിക്കും. അങ്ങനെ പറയുന്ന പോലെ ചിലർക്ക് ഗദാപ്രയോഗമായിരിക്കും, ചിലർക്ക് വാളായിരിക്കും, ചിലർക്ക് മറ്റു വല്ലതും ആയിരിക്കും. ഇങ്ങനെയുള്ള പല ആയുധങ്ങൾ എടുത്തിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ശസ്ത്രപ്രയോഗവും അസ്ത്രപ്രയോഗവും ഉണ്ട്.
ശസ്ത്രപ്രയോഗം എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ച് ആയുധങ്ങൾ കയ്യിലേന്തി അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ്. വാള്, ഗദ ഒക്കെ. അസ്ത്രപ്രയോഗം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് തൊടുത്ത് വിടുന്നതാണ്, അല്ലെങ്കിൽ വിടുന്നതാണ്. അത് കുന്തം, കൈകൊണ്ട് പുറത്തേക്ക് എറിയുന്നത്. അതായത് അമ്പ്, കുന്തം ഒക്കെയാണ് അസ്ത്രപ്രയോഗങ്ങൾ. അപ്പോൾ ഇതിലെല്ലാറ്റിലും തന്നെ ഇവരെല്ലാവരും വളരെ മികവുള്ളവരാണ്. എനിക്ക് വേണ്ടി പലതരം ആയുധങ്ങൾ പ്രയോഗിക്കാൻ ശക്തിയുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ധാരാളം ശൂരന്മാരുണ്ട്. പാണ്ഡവ സൈന്യത്തെ നോക്കി, പാണ്ഡവ സൈന്യത്തെ കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് നമ്മൾക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം എന്താ, നമ്മളിലും ഉണ്ടല്ലോ അത്രയും ശൂരന്മാർ ഇവിടെയുണ്ട്. ഇതൊക്കെ കുറച്ച് പേരാട്ടോ, വളരെ കുറച്ച് പേരുടെ പേരുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അത്ര തന്നെ സാമർഥ്യമുള്ളവർ രണ്ട് സേനകളിലും, പാണ്ഡവന്മാരുടെ പക്ഷത്തും കൗരവന്മാരുടെ പക്ഷത്തും ധാരാളം ഉണ്ട്. എല്ലാവരുടെയും കൂടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്നാണ്. അത് കുറച്ച് പേരുടെ പേര് മാത്രം ഞാൻ പറഞ്ഞുതരാം. എന്താ പറയേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും കൗരവന്മാരെ പറ്റിയിട്ട് കൗരവന്മാർക്ക് അറിയാലോ. അതേപോലെ തന്നെ പാണ്ഡവന്മാരുടെ സേനയിൽ ആരാ ഉള്ളതെന്ന് കൗരവന്മാർക്ക് കുറച്ച് ഊഹിക്കാം, പാണ്ഡവന്മാർക്ക് അതറിയുകയും ചെയ്യാം. കൗരവന്മാർ അപ്പോൾ പാണ്ഡവ സേനയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കൗരവന്മാരുടെ അടുത്ത് ആരൊക്കെ ഉണ്ടെന്ന് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞ് ആചാര്യന് പറഞ്ഞു കൊടുക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നമ്മൾ 10 പദ്യത്തിൻ്റെയാണ് അർത്ഥം പറഞ്ഞത്. ഇനി ബാക്കി അടുത്ത ദിവസം പറയാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.